കടയ്ക്ക് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധം. കരുനാഗപ്പള്ളിയിലെ മന്തി മൺസിൽ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ പ്രകടനവും യോഗവും നടത്തി. കരുനാഗപ്പള്ളിയിൽ ഹോട്ടലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ പ്രകടനവും യോഗവും നടത്തിയത്. കരുനാഗപ്പള്ളി KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നുമാണ് പ്രതിഷേധം ആരംഭിച്ചത്. കൊല്ലം ജില്ലാ പ്രസിഡന്റ് നിജാം ബഷി ഉദ്ഘാടനം ചെയ്തു. ജാമ്യമില്ല കേസ് നടത്തി അവനെ തുറങ്കിൽ അടയ്ക്കണമെന്നാണ് യുണൈറ്റഡ് മർച്ചന്റ് ചേംബറിന് ആവശ്യപ്പെടാനുള്ളത്. അതോടൊപ്പം തന്നെ ഇവനെ ആര് ഇവിടെ കൊണ്ടുവന്നു, മറ്റ് ആരെങ്കിലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളൊരു അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. ആര് തന്നെ ഇവിടെ ഈ അക്രമം കാട്ടിയാലും വ്യാപാരികൾ അതിശക്തമായി പ്രതികരിക്കും, പ്രതിഷേധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ അറ്റം അവസാനം കാണുന്നത് വരെ ഇതിൻ്റെ പിറകിൽ കാണുമെന്നാണ് യുണൈറ്റഡ് മർച്ചന്റ് ചേംബറിന് പറയാനുള്ളത്. ഇവിടെ ഇന്ന് മാത്രമുണ്ടായ സംഭവമല്ല, പല ദിവസങ്ങളിലും ഇങ്ങനെയുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുന്നത് സ്വാഭാവികമാണ്. അതിന് കുറച്ച് ആൾക്കാർ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നഗ്നസത്യം. അതാര് പിന്നിൽ പ്രവർത്തിച്ചാലും ഇതിന് ശക്തമായി പ്രതികരിക്കുവാൻ യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ UMC എന്ന സംഘടന ഉണ്ടാകും. യൂണിറ്റ് പ്രസിഡന്റ് EM അഷ്റഫ് പള്ളത്തുകാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഒരുപാട് ജീവനക്കാർ, ഒരുപാട് കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്ന ഈ മന്തി മൻസിൽ പോലുള്ള ഒരു സ്ഥാപനത്തിൽ ഇതുപോലെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ എത്ര കുടുംബങ്ങളെയാണ് ബാധിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ നടപടിയെ ശക്തമായ പ്രതിഷേധം വാർഡ് കൗൺസിൽ എന്ന നിലയിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഈ മന്തി മൻസിലും സ്റ്റാഫുകൾക്കും മാനേജ്മെന്റിനും ഇതിന്റെ എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വനിതാ വിംഗ് സംസ്ഥാന പ്രസിഡന്റ് റോഷ P. കുമാർ, UMC ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് M. സിദ്ദിഖ് മണ്ണാന്റെയം, CPM കരുനാഗപ്പള്ളി ടൗൺ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രവീൺ, കൗൺസിലർ രാജേഷ്, UMC നേതാക്കളായ G. ബാബുക്കുട്ടൻപിള്ള, MB ഫൗസിയ തേവലക്കര, രമ്യ ട്രിക്സ്, ഷംസുദ്ദീൻ വെളുത്തമണൽ, നിഹാർ വേലിയിൽ, രാജു S എന്നിവർ പങ്കെടുത്തു. അക്രമം നടത്തിയ മുഴുവൻ പേരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും UMC ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.